സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ഈവനിങ്. ഗസായിലെ ഈ ഹാളിലെ സംഗീതം എന്നാണ് പേര്. ഗാർഡിതംസിന്റെ സംഗീത കൂട്ടായ്മയിലെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം പാട്ടിലൂടെ പരസ്പരം പങ്കിടുന്ന സദസ്സാണ് ഇന്ന് ഈ സായാഹ്നത്തിൽ ഇവിടെ നടക്കുന്നത്. സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കുന്ന ഒരു സംഗീത ഗ്രൂപ്പാണ് ഗാർഡിതംസ്. എല്ലാ മാസവും 2 തവണ കൂടുന്ന ഒരു ഞായറാഴ്ച വിട്ട് മാസം 2 തവണ ഞങ്ങൾ റിഹേഴ്സലും ഒപ്പം ഈ ബന്ധങ്ങൾ കൂടുന്ന ഒരു സംഗീത കൂട്ടായ്മയാണ് ഗാർഡിതംസ്. അപ്പോൾ 3 മാസത്തിലൊരിക്കൽ നമ്മൾ ഇതേമാതിരിയുള്ള ഗാർഡിതംസിലെ കുടുംബാംഗങ്ങൾ ചേർന്നുള്ള ഒരു ഫാമിലി ഗെറ്റ് ടുഗദറാണ് നമ്മൾ ഇന്നിവിടെ എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്. പാട്ടുകൾ പാടുന്നതിനോടൊപ്പം തന്നെ പുതിയ പാട്ടുകാരെ കൂടി സൃഷ്ടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം കൂടി ഗാർഡിതംസിനുണ്ട്. ഇവിടെ ഉള്ള അല്ലെങ്കിൽ ഈ കുടുംബത്തിനകത്തുള്ള എല്ലാവരും പാട്ടുകാരല്ല, പ്രൊഫഷണലി എല്ലാവരും പാട്ടിനോട് പാഷനായിട്ട് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ നമ്മൾ ഈ ഇത്തരം വേദികളിൽ 3 മാസത്തിലൊരിക്കൽ സംഘടിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മൾ ഈ പാട്ടുകാർക്ക് പാട്ട് പഠിച്ചത് ഇത്തരം വിലയേറിയ കുടുംബത്തോടൊപ്പം, സ്നേഹിതന്മാരോടൊപ്പം, കൂട്ടുകാരോടൊപ്പം എല്ലാവരുടെയും മുന്നിൽ ഞാൻ എങ്ങനെ പാടുന്നു എന്നുള്ള ഒരു അവതരിപ്പിക്കാനുള്ള ഒരു വേദി ഉണ്ടാക്കുകയും കൂടിയാണ് ഗാർഡിതംസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലെ ഈ ഗ്രൂപ്പ് ഗാർഡിതംസിൽ നമുക്ക് അംഗമാകാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ ഗാർഡിതംസിൽ പങ്കെടുക്കാം. ഇതിനൊരു കമ്മിറ്റി, ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഇതിനകത്തുണ്ട്. പ്രസിഡന്റായിട്ട് നമ്മുടെ ശശി സാറാണ് നമ്മുടെ പ്രസിഡന്റ്. സെക്രട്ടറി ആയിട്ട് ഞാൻ തന്നെയാണ്. ജോയിന്റ് സെക്രട്ടറി നമ്മുടെ സുനിലാണ്. ഒപ്പം വരാൻ വൈകിയിട്ടുണ്ട് സുരേഷ് രാമൻ നമ്മുടെ ട്രഷറർ. ഇത്തരത്തിൽ 2-3 എക്സിക്യൂട്ടീവുകൾ കൂടി നമ്മുടെ അകത്ത് ഉണ്ട്. അത്തരം ഒരു ചട്ടക്കൂടിനകത്ത് കുറച്ച് അച്ചടക്കങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗ്രൂപ്പായി, വളരെ ഫിൽട്ടർ ചെയ്ത് മാത്രം കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ ഈ ഗ്രൂപ്പിനകത്ത് നമ്മൾ ഇത്തരം വേദികളിലൂടെ പാട്ട് മാത്രമല്ല, നമ്മുടെ ബന്ധങ്ങൾ, സ്നേഹങ്ങൾ അതെല്ലാം കൂട്ടാനുള്ള ഒരു വേദി കൂടി ആക്കുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഈ ഇന്നത്തെ ഈ ഞങ്ങളുടെ ഫാമിലി ഗെറ്റ് ടുഗദറിന് ഗസ്റ്റായിട്ട് വന്ന ഒരു ഇതിലെ മെമ്പർമാർക്കും എല്ലാവരെയും ഈ സായനത്തിൽ ഞാൻ സ്നേഹം നിറഞ്ഞ ഇവിടെ ക്ഷണിച്ചുകൊള്ളുകയാണ്. ഒപ്പം ബാക്കി നമ്മുടെ പ്രസിഡന്റിനെ, ആദരണീയായ നമ്മുടെ പ്രിയങ്കരനായ ശശിയേട്ടനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുകയാണ്. അപ്പോൾ എല്ലാവർക്കും സെക്രട്ടറി എന്നുള്ള നിലയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു മിസ്റ്റർ നസീർ. അപ്പോൾ ഗാർഡിതംസിൻ്റെ ഏകദേശം ഒരു ഇൻട്രഡക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ സെക്രട്ടറി നസീർ ഭായി പറഞ്ഞു തന്നിരുന്നു. കഴിഞ്ഞ വർഷം 2024 ഒക്ടോബർ, ടു ബി എക്സാക്ട് 27-ാം തീയതി ഒക്ടോബർ മാസമാണ് ഗാർഡിതംസിൻ്റെ ലോഞ്ച് ഹോട്ടൽ ട്രൈബേനിയയിൽ വെച്ച് നടന്നത്. നമ്മുടെ ഈ എംബ്ലവും നമ്മുടെ ഈ ഗ്രൂപ്പിനെ ലോഞ്ച് ചെയ്തത് ശോഭന ടീച്ചറായിരുന്നു. ഇത്രയും നമ്മുടെ രവീന്ദ്രൻ മാസ്റ്ററുടെ സഹധർമ്മിണിയായ ശോഭന ടീച്ചറാണ് നമ്മുടെ ഈ ഗാർഡിതംസിനെ ലോഞ്ച് ചെയ്തത്. ഇതിൻ്റെ നമ്മുടെ ഉദ്ദേശങ്ങളും ബാക്കി കാര്യങ്ങളും സെക്രട്ടറി പറഞ്ഞ പോലെ എല്ലാം ആർക്കും പാടാമെന്നൊരു പരിപാടിയുണ്ട്. എല്ലാവരും വൺ സിംഗേഴ്സ് ആരുമില്ല. സംഗീതം നമുക്ക് ഇപ്പോൾ ഈ ലഹരി വിമുക്തത്തിനെ പറ്റിയിട്ട് ഒരുപാട് ഇന്ന് നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മൾക്ക് ലഹരി വേണം. നമുക്ക് സംഗീതത്തോടുള്ള ലഹരി കൂടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ തുടങ്ങുമ്പോൾ 4-5 പേര് മാത്രം വെച്ച് തുടങ്ങിയത്. അവരൊരു താല്പര്യം പ്രകടിപ്പിച്ച് ഓരോരുത്തരും വന്നിട്ടുണ്ട്. ഇന്നത്തെ ഈ സംഗീത സായനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും
നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനെയും അവർ കൊണ്ടുവന്ന അതിഥികളെയും കുടുംബാംഗങ്ങളെയും കുട്ടികളെയും ഞാൻ പ്രസിഡന്റ് എന്ന പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ അടുത്ത 3 മണിക്കൂർ നിങ്ങളെല്ലാവരും സശ്രദ്ധം ഈ സംഗീത സഹായം ആസ്വദിക്കുമെന്ന് കരുതുന്നു. നമ്മുടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ഓർക്കസ്ട്ര നമ്മുടെ സെക്രട്ടറി ഇൻട്രൊഡ്യൂസ് ആയിരിക്കും. അപ്പോൾ വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് സെക്രട്ടറി കൊടുക്കുന്നു. ഹാർട്ടി വെൽക്കം. ഹലോ താങ്ക് യു ശശിയേട്ടാ, താങ്ക് യു. അപ്പൊ നമ്മുടെ ഈ ഗാഡ്രംസിന്റെ ടീമിനോടൊപ്പം നമ്മളോടൊപ്പം അണിനിരക്കുന്നത് ലൈവായി മ്യൂസിക് വായിക്കാനായി നമ്മുടെ സാലിക. എല്ലാത്തിനും ഗാഡ്രംസിന്റെ കൂടെ എപ്പോഴും നമുക്ക് തങ്ങളായി എല്ലാ ഉപദേശങ്ങളും, കാരണം നമ്മുടെ ഈ ഗ്രൂപ്പിനകത്ത് എല്ലാ കുട്ടികൾക്കും നമുക്ക് കീബോർഡ് പഠിക്കണമെങ്കിൽ സാലിക്ക എപ്പോഴും റെഡിയാണ്. അപ്പോൾ സാലിക്ക ഒപ്പം തന്നെ തബല വായിക്കുന്നത് നമ്മുടെ മുരുകദാസ്. ഇദ്ദേഹം പ്രൊഫഷണലായിട്ട് നമ്മുടെ യേശുദാസിന് തബല വായിച്ച ഒരു വലിയൊരു ഗുരുവാണ് തബലയുടെ മുരുകേട്ടൻ. ഒപ്പം തന്നെ നമ്മുടെ ചന്ദ്രശേഖരൻ ജി നമ്മുടെ റിതംസ് വായിക്കാനായി നമുക്ക് ചിറ്റൂരിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അവരെയും നമ്മൾ ക്ഷണിച്ചുകൊള്ളുന്നു. ഒപ്പം നമ്മുടെ എല്ലാവരുടെയും മെമ്പേഴ്സിന്റെ ക്ഷണപ്രകാരം ഇവിടെ എത്തിയ എല്ലാ ഗസ്റ്റിനും നമ്മൾ ആദ്യം ഒരു വെൽക്കം, സ്വാഗതം. അപ്പോൾ ആദ്യം നമ്മൾ പ്രാർത്ഥനയാണ് നമ്മുടെ തുറന്നത്. അതിനുവേണ്ടി നമ്മൾ ഗസ്റ്റ് ആയിട്ട് ഇവിടെ നമുക്ക് വലിയ ഒരു ആളെത്തിയിട്ടുണ്ട്. ശ്രേയക്കുട്ടി, ഇതാണ് നമ്മുടെ ശ്രേയക്കുട്ടി, എന്റെ സ്നേഹിതന്റെ മകളാണ്. ശ്രീരാം ശ്രുതി അവരുടെ മകളാണ്. ഇവർക്ക് വേണ്ടി പാട്ടിന് ഇതേമാതിരി തന്നെ നമ്മുടെ പാലക്കാടിനകത്ത് 3-4 ഗ്രൂപ്പുണ്ട്. എല്ലാ ഗ്രൂപ്പിനകത്തും ഇവര് പെർഫോം ചെയ്യാത്ത വേദികളില്ല. അപ്പോ ബാക്കി നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ശ്രേയക്കുട്ടി റെഡി അല്ലേ? എന്നാ നമുക്ക് തുടങ്ങാല്ലേ പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്കായി നമുക്ക് എല്ലാവർക്കും ഒന്ന് എണീച്ചെടുക്കാം.